മലയാള സിനിമയിൽ അധികം വരാത്തൊരു ജോണറാണല്ലോ ഈ സൈഫൈ ജോണർ. കൂടുതലും കോമഡി, ഫീൽ ഗുഡ്, ത്രില്ലർ വിഭാഗത്തിൽ വെക്കാൻ പറ്റുന്ന സിനിമകൾ വരുന്ന ഇൻഡസ്ട്രിയിൽ സൈഫൈ ഗണത്തിൽ വെക്കാൻ പറ്റുന്ന ചുരുളി, ഗഗനചാരി, നയൻ പോലുള്ള വളരെ ചുരുക്കം സിനിമകളാണ്. ഈ പറഞ്ഞ സിനിമകളൊന്നും അധികം ആരും കണ്ടിട്ടില്ല എന്നാണ് സത്യം. എന്നാൽ ഇതിന്റെ അത്രയും പോലും ആളുകൾ കാണാത്ത ഒരു അണ്ടർറേറ്റഡ് സയൻസ് ഫിക്ഷൻ ത്രില്ലർ സിനിമയെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. റെഡ് ട്രെയിൻ. ബ്രഹ്മയുഗം സിനിമയുടെ സംവിധായകൻ രാഹുൽ സദാശിവന്റേതായി 2013 പുറത്തിറങ്ങിയ സൈഫൈ ത്രില്ലർ സിനിമയാണ് റെഡ് ട്രെയിൻ. നരേനാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രം. അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും യുണീക്കായി നിൽക്കുന്ന ഒരു സിനിമയാണ് റെഡ് ട്രെയിൻ. കേരളത്തിൽ ഒരു ഗ്രാമത്തിൽ രാത്രി സമയത്ത് ആകാശത്ത് 3 പ്രകാശഗോളങ്ങൾ കാണപ്പെടുന്നു. തുടർന്ന് ആ ഗ്രാമത്തിൽ ഉണ്ടാകുന്ന അസാധാരണമായ സംഭവങ്ങൾക്ക് കാരണം ഏലിയൻ ആണെന്ന് മനസ്സിലാക്കി ആ ഏലിയനെ കണ്ടുപിടിക്കാൻ നായകനും നായകന്റെ കൂട്ടുകാരും നടത്തുന്ന യാത്രയാണ് സിനിമ പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റിൽ ഇതിനു മുമ്പും ശേഷവും ഒരു മലയാള സിനിമ പോലും വന്നിട്ടില്ല എന്നാണ് സത്യം. ഈ കോൺസെപ്റ്റ് വരുന്ന പല സിനിമകളും മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണെങ്കിലും റെഡ് ട്രെയിനിന്റെ കാര്യത്തിൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാക്കുന്ന രീതിയിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. സിനിമയിൽ ഏലിയനെ പറ്റിയും ഈ പ്രപഞ്ചത്തെ പറ്റിയും നായകൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സീനൊക്കെ സിനിമയെയും നമ്മളെയും ഇന്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുപോകും. ഏലിയൻസിനെ കണ്ടുപിടിക്കാൻ ആ യാത്രയിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നു. വളരെ പുതുമയാർന്ന കോൺസെപ്റ്റിനെ പുതുമയാർന്ന മേക്കിങ്ങിലൂടെ തന്നെ സംവിധായകൻ കാണിച്ചു തന്നു. സിനിമയിലെ എഡിറ്റിംഗ്, മ്യൂസിക്, ക്യാമറ വർക്ക് എല്ലാം വളരെ മികച്ച രീതിയിൽ തന്നെ അവർക്ക് ചെയ്യാൻ സാധിച്ചു. അതിൽ തന്നെ എടുത്തു പറയേണ്ടതാണ് കാട്ടിനുള്ളിൽ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഹോളിവുഡ് സിനിമകളിൽ മാത്രം കണ്ടുവരുന്ന ആ ഒരു ഹൊറർ സ്റ്റൈലിൽ ഒരുക്കിയത് അതിഗംഭീരമായിരുന്നു. ഓഡിയൻസിന് ഒരു സീറ്റ് എഡ്ജ് ത്രില്ലിംഗ് അനുഭവം തരാൻ അതിന് സാധിച്ചു. സിനിമയിലെ എന്റെ ഏറ്റവും ഫേവറേറ്റ് സീനുകളിലൊന്നാണ് ഏലിയൻ വരുന്നത്. സിനിമയിൽ നായകന്റെ ആഗ്രഹം ഏലിയനെ കൊല്ലണമെന്നൊന്നുമല്ല, പകരം ഏലിയന്റെ അടുത്തു നിന്ന് ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തണം എന്നതായിരുന്നു. ഇത് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ആ ഒരു ഏലിയൻ അവരെ കൊല്ലാതിരുന്നതും പകരം നായകന്റെ നെറ്റിയിൽ തൊട്ടിട്ട് നായകന് ചില ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. പല വർഷങ്ങൾക്ക് മുമ്പേ ഏലിയൻസ് ഭൂമിയിൽ വന്നിട്ടുണ്ടെന്നും ഭൂമിയിൽ വന്നിട്ടുള്ള പല മാറ്റങ്ങൾക്കും പല വളർച്ചയ്ക്കും ഈജിപ്തിലെ പിരമിഡ് പോലുള്ള ലോകാത്ഭുതങ്ങൾ കാരണം ഏലിയൻസ് ആണ് എന്ന രീതിയിലുള്ള ഒരു ദൃശ്യമാണ് ആ ഒരു ഏലിയൻ നായകന് കാണിച്ചു കൊടുക്കുന്നത്. യഥാർത്ഥ ജീവിതത്തിൽ ഏലിയൻസ് ഉണ്ടോ, അവർ ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടോ, ഇതിനുള്ള ഉത്തരം ശാസ്ത്രലോകം ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലെങ്കിലും നമുക്ക് അറിവ് തരാൻ ഈ സിനിമയ്ക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമയെ ഒരു മാസ്റ്റർ പീസായി ഞാൻ കാണുന്നത്. സിനിമ ഒരു പരാജയമായിരുന്നെങ്കിലും രാഹുൽ സദാശിവൻ എന്ന സംവിധായകന്റെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് കാരണമായത് തന്നെ തന്റെ ഈ ആദ്യ സിനിമയാണ്. ഒറ്റ വാക്കിൽ തന്നെ പറഞ്ഞ കാലം തെറ്റിയിറങ്ങിയ ഒരു മാസ്റ്റർ പീസ് ഐറ്റം റെഡ് ട്രെയിൻ.